നമസ്കാരം, ഞാൻ വൃന്ദ. എല്ലാവർക്കും ഹെവൻ ഓഫ് പ്ലാന്റ്സിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ക്രിസ്റ്റാലിനം പ്ലാന്റിന്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ക്രിസ്റ്റാലിനത്തിന്റെ ഒരു പോട്ടിങ്ങും ഒരു ചെറിയൊരു സർപ്രൈസും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് ഒരുമിച്ച് വീഡിയോയിലോട്ട് പോയാലോ? വായോ. ക്രിസ്റ്റാലിനം മിനിയേച്ചർ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഇൻഡോർ ഔട്ട്ഡോർ അല്ലേ? അതായത് അത്യാവശ്യം നമുക്ക് ഇൻഡോർ വെക്കാൻ പറ്റുന്നതും ഒരു കംപ്ലീറ്റ്ലി ഷെയ്ഡ് ലവിങ് പ്ലാന്റും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല കിടുക്കൻ ഒരു പ്ലാന്റ് ആണല്ലേ ക്രിസ്റ്റാലിനം മിനിയേച്ചർ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ടേബിൾ ടോപ്പിലും ഒക്കെ സെറ്റ് ചെയ്യാൻ, ഓഫീസിലൊക്കെ ആണെങ്കിലും ഒരു ടേബിൾ ടോപ്പിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഒരു വൈറ്റ് പോട്ടിലൊക്കെ പെബിൾസ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചാലോ എങ്ങനെയിരിക്കും? കാണാൻ നല്ല ക്യൂട്ടായിരിക്കും അല്ലേ? അപ്പം ഇങ്ങനെയുള്ള ഒരു ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഈ ഒരു ക്രിസ്റ്റാലിനത്തിൻ്റെ ഒരു പോട്ടിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ക്രിസ്റ്റാലിനെ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ക്രിസ്റ്റാലിനെ വളരെ ഫാസ്റ്റായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ്. അതായത് പെട്ടെന്ന് തന്നെ നമ്മുടെ സൈഡിൽ നിന്ന് റൂട്ടിൻ്റെ ഒരു ചെറിയ പോർഷനിൽ നിന്ന് തന്നെ ഇതിങ്ങനെ പ്ലാന്റ് ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് പ്ലാന്റ് കുറച്ച് ഹെവി ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഈ ഇടക്കാലത്ത് നമ്മുടെ പ്ലാന്റിനെ ഒന്ന് റീപോർട്ട് ചെയ്തു കേട്ടോ. അതുകൊണ്ടാണ് ഈ പ്ലാന്റ് ഇത്ര ലഷായിട്ട് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ ഇരുന്നതിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് ആ ഒരു ബുഷ്നെസ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. എന്നാലും പ്ലാന്റ് വളരെ ഫാസ്റ്റായിട്ട് ഇപ്പം നമ്മൾ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ ഈ പ്ലാന്റിൻ്റെ ഒരു ഗ്രോത്തിൽ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും കേട്ടോ. അത് ഞാൻ നിങ്ങളെ പിന്നാലെ കാണിക്കാം. അതിനല്ല നമ്മൾ ഇന്ന് വന്നത്. ഇന്നൊരു ചെറിയൊരു സർപ്രൈസിങ് വീഡിയോ ആണ് കേട്ടോ. മാക്സിമം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണേ. ഇതിന് എന്നാന്ന് പിന്നാലെ പറയാം. അപ്പം നമ്മുടെ ഒരു ക്രിസ്റ്റാലിനം മിനിയേച്ചറിൻ്റെ ഒരു പ്ലാന്റ് എടുത്ത് നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്യാം. അപ്പം വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്നൊരു പോട്ടിംഗ് മെത്തേഡാണ് കേട്ടോ. ആ മെത്തേഡ് ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം. അപ്പോൾ നമുക്കൊരു പ്ലാന്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ക്രിസ്റ്റാലിനത്തിൻ്റെ പ്ലാന്റ് വെച്ചിരിക്കുന്ന പോർഷന് നമ്മൾ ഈ ഒരു സ്റ്റാൻഡിലാണ് കേട്ടോ. ഈ ഒരു പോർഷനിലാണ് ക്രിസ്റ്റാലിനം മിനിയേച്ചർ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ പ്രൊപ്പഗേഷൻ നടക്കുന്ന ഒരു പ്ലാന്റാണ്. പെട്ടെന്ന് തന്നെ ലക്ഷാവുന്ന ഒരു പ്ലാന്റുമാണ് കേട്ടോ. അതായത് ഒരു 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് ലക്ഷാവും. ഈ ലീഫുകളൊക്കെ നമ്മളൊരു ചെറിയൊരു കോട്ടണിൽ എന്തെങ്കിലും വേപ്പെണ്ണയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഓയിലോ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണം. ഒരിക്കലും നമ്മൾ വേപ്പെണ്ണ ഡയറക്റ്റ് എടുത്ത് ചെയ്യരുത്. എപ്പോഴും നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വേണം, എന്നിട്ട് വേണം ഒരു കോട്ടൺ തുണി കൊണ്ടോ അല്ലെങ്കിൽ കോട്ടൺ കൊണ്ടോ ഒക്കെ വേണം നമ്മളിതൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നല്ല ഗ്ലേസിങ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല ചന്തമായിട്ട് നിൽക്കും. അപ്പോൾ പെബിൾസൊക്കെ ഇട്ട് നമുക്ക് ഓഫീസിലും ഒക്കെ ആണെങ്കിലും നമ്മുടെ ടേബിൾ ടോ ഒക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു ഡെക്കോറേറ്റൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു ക്രിസ്റ്റാലിനം മിനിയേച്ചർ. നിങ്ങൾക്കറിയാം, ഞാൻ പല വീഡിയോയിലും എനിക്കൊന്ന് ക്രിസ്റ്റാലിനം മിനിയേച്ചറിൻ്റെ ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? പല ഷോർട്സുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ധാരാളം നമുക്ക് സെയിലാവുന്ന ഒരു പ്ലാന്റുമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. കാരണം ഒരിക്കലും നമ്മുടെ ഇന്ന് നഷ്ടപ്പെടത്തില്ല. ഇത് പ്ലാന്റ് ലവേഴ്സിൻ്റെ ഒരു അസറ്റാണെന്ന് തന്നെ ഞാൻ പറയാം. അപ്പം ഈ ഒരു പ്ലാന്റ് നമുക്കൊന്ന് എടുത്ത് പോട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 8 ഇഞ്ചിൻ്റെ പോട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ പോട്ടിൽ ഞാൻ നന്നായിട്ട് ഹോൾസ് ഉണ്ട് കേട്ടോ. ഒരു 4-5 ഹോൾസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓടിൻ്റെ പീസൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പോട്ടിംഗ് മീഡിയം എന്ന് പറയുന്നത് നമ്മൾ പെർലൈറ്റും ഒക്കെ ചേർത്തിട്ടുള്ളൊരു പോട്ടിംഗ് മീഡിയം ആണ് ചെയ്യുന്നത്. വളരെ ലൂസായിട്ട് നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് വേരോടാൻ പറ്റണം. അതായത് അധികം നമ്മൾ ഹാർഡായിട്ടുള്ള, അതായത് ഈ ചെങ്കല്ല് ചേർന്നുള്ള പോട്ടിംഗ് മീഡിയം ചെയ്യുമ്പം നമ്മളെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് കിച്ചൺ കമ്പോസ്റ്റോ അല്ലെങ്കിൽ കരിയില കമ്പോസ്റ്റോ ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. കാരണം എന്താണോ, പെട്ടെന്ന് എയർ സർക്കുലേഷനും കിട്ടണം. കാരണം ഇവരുടെ റൂട്ട്സ് പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് ഓടിത്തുടങ്ങും. അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് എയർ സർക്കുലേഷൻ കിട്ടണം. നമുക്കിതിൽ ഒരു ലേശം ഫംഗിസൈഡും കൂടി ഇടാമേ. ഇപ്പം മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടേ ഇപ്പം ഇടയ്ക്ക് നമുക്ക് മഴയുള്ളതുകൊണ്ട് ഞാനൊരു ജസ്റ്റ് ഒരു ഇത്തിരി സാഫാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന മീഡിയം എന്ന് പറയുന്നത് മണൽ, കരിയില കമ്പോസ്റ്റ്, പെർലൈറ്റ്, കിച്ചൺ കമ്പോസ്റ്റ്, ഇത്രയും കൂടിയാണ് നമ്മൾ ചേർത്തിട്ടിരിക്കുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് അതായത് എല്ലുപൊടിയോ വേപ്പിൻ പിണ്ണാക്കോ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് ഇപ്പം ഒന്നും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്നോ, കാരണം നമ്മളൊരു ഫസ്റ്റായിട്ട് നമ്മുടെ ഒരു പ്ലാന്റ് പോട്ട് ചെയ്യുന്ന സമയത്ത് അമിതമായിട്ട് നമ്മൾ വളം കൊടുക്കരുത്. അത് ഏത് പ്ലാന്റ് ആണെങ്കിലും നമ്മൾ അമിതമായിട്ട് പലരും വളം കൊടുക്കാറുണ്ട്. നമ്മൾ കിച്ചൺ കമ്പോസ്റ്റ് ചേർത്തിരിക്കുന്നത് വളരെ ചെറിയ അളവിലാണ് നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള ഫോളേജ് പ്ലാന്റ്സുകൾ
ഇങ്ങനെ അത്യാവശ്യം നമുക്ക് എയർ സർക്കുലേഷൻ വേണ്ട പ്ലാന്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോട്ടിംഗ് മീഡിയം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഇത്രയും പ്ലാന്റുകളൊക്കെ നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പോട്ടിംഗ് മീഡിയം സെറ്റ് ചെയ്തിടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാനിത് ഇങ്ങനെ ഒരു പോട്ടിലോട്ട് സെറ്റ് ചെയ്തെടുത്തത്. പിന്നെ നമ്മളിപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് വളരെ ചെറിയ അളവിൽ സാഫ്, ഒരു 2 ഗ്രാമിനടുത്ത്, 2 ഗ്രാം എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു പിഞ്ച് കുറച്ച് സ്റ്റാഫ് മാത്രമേ നമ്മളിതിൽ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എല്ലാം മൊത്തം അപ്പോൾ നമ്മളിതേ കുറേശ്ശെ കൊട്ടി നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. നമ്മളിപ്പോൾ പെർലൈറ്റ് ചേർത്ത് പോട്ടിംഗ് മീഡിയം ഇടുകയാണെങ്കിൽ നന്നായിട്ട് എയർ സർക്കുലേഷൻ കിട്ടും കേട്ടോ പ്ലാന്റിന്. പെട്ടെന്ന് നമ്മുടെ വെള്ളം കറക്റ്റായിട്ട്, അതായത് കൂടുതൽ എക്സസ് വെള്ളമാണെങ്കിൽ അത്യാവശ്യം നമ്മൾ പെർലൈറ്റ് ഇടുന്ന ഒരു പോട്ടിംഗ് മീഡിയം ആണെങ്കിൽ അത്യാവശ്യം ബാലൻസ് ചെയ്യും കേട്ടോ. നമ്മൾ എടുക്കുന്നത് ഈ ഒരു ക്രിസ്റ്റാലിനത്തിൻ്റെ പ്ലാന്റാണ്. നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് എടുത്തില്ലേ ഒരു ക്രിസ്റ്റാലിനത്തിൻ്റെ പ്ലാന്റാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഒരു 300 റുപ്പീസിനാണ് കേട്ടോ. ഒരു 4 to 5 ലീവ്സ് ഒക്കെയുള്ള പ്ലാന്റ് നമ്മൾ 300 റുപ്പീസിനാണ് കൊടുക്കുന്നത്. ഈ പ്ലാന്റ്സ് ആർക്കെങ്കിലും, പ്ലാൻ ലവേഴ്സിന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി, പേഴ്സണലി വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഈ ചട്ടി നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം. നന്നായിട്ട് റൂട്ട് ഓടി നിൽക്കുക കേട്ടോ പ്ലാന്റിലെല്ലാം. അപ്പം നമ്മൾ ക്രിസ്റ്റാലിന മിനിയേച്ചറിൻ്റെ പ്ലാന്റ് പോട്ട് ചെയ്തു കേട്ടോ. ഇത്ര സിമ്പിളായിട്ടാണ് നമ്മൾ പോട്ട് ചെയ്യുന്നത്. വളരെ നമുക്കൊരു ടെൻഷൻ പിടിച്ച പണിയൊന്നും അല്ല. ഇങ്ങനൊരു ക്രിസ്റ്റാലിനം പോലുള്ള പ്ലാന്റുകളൊക്കെ, അതായത് ഫോളിയേജ് പ്ലാന്റ്സുകൾ നമുക്ക് എസ്പെഷ്യലി അതായത് നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൊടുത്ത് വേണം നമ്മൾ ഫോളിയേജ് പ്ലാന്റ്സുകളെല്ലാം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പരിപാലിച്ചെടുക്കാൻ. അതായത് കൂടുതലായിട്ട് ഫോസ്ഫറസും പൊട്ടാഷ്യം ഒന്നും അടങ്ങിയ വളങ്ങൾ കൂടുതലായിട്ട് കൊടുക്കേണ്ട. എപ്പോഴും നമ്മൾ കൂടുതലായിട്ടും നൈട്രജൻ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയ വളങ്ങൾ, അതായത് 30-10-10 അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കിച്ചൺ സ്ലറി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നൈട്രജൻ അടങ്ങി ഇപ്പം നമ്മൾ ശീമക്കൊന്ന പുളിപ്പിച്ചൊഴിക്കാം. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ടിപ്സുകളാണ് കേട്ടോ. അപ്പം നല്ല ലക്ഷമായിട്ട് നമ്മുടെ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ ഈ പ്ലാന്റ് ഇങ്ങനെ ആയിരിക്കത്തില്ല ഇരിക്കുന്നത് കേട്ടോ. 2 ആഴ്ച കഴിയുമ്പോൾ ഇവൻ നല്ല സൂപ്പറായിട്ട് 2-3 ലീഫുകളൊക്കെ വന്ന് നല്ല ലക്ഷമായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇനി എന്നാ സർപ്രൈസ് എന്നുള്ളത് പറയട്ടെ. അത് ചെറിയൊരു സന്തോഷമാണ് കേട്ടോ. എനിക്കിപ്പോൾ എല്ലാവർക്കും പ്ലാന്റുകൾ കൊടുക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു ചെറിയൊരു വരുമാനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് പ്ലാന്റ് തരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇത്തവണത്തെ മേടമാസമൊക്കെ തുടങ്ങിയല്ലേ. അപ്പോൾ ഇത്തവണത്തെ വിഷുവിന് നമ്മൾ വിഷു കൈനീട്ടമായിട്ട് 2 സുഹൃത്തുക്കൾക്ക്, ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന 2 സുഹൃത്തുക്കൾ, അത് നിങ്ങളിൽ ആര് വേണേലും ആകാം കേട്ടോ. അപ്പോൾ 2 സുഹൃത്തുക്കൾക്ക് നമ്മൾ വിഷു കൈനീട്ടമായിട്ട് നമ്മുടെ ക്രിസ്റ്റാലിന മിനിയേച്ചറിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 5 ലീഫൊക്കെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. നമ്മൾ വിജയികളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന ഒരൊറ്റ ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. ചെറിയ രീതിയിലാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും നമ്മൾ. കാരണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ആ കമൻ്റ് ഇട്ട സുഹൃത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ മാക്സിമം കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ തന്നെ മറന്നു പോകരുത് കേട്ടോ. ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അത് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ചെടിയുടെ പേര്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ എന്തും ആകാം. നമ്മൾ സമ്മാനമായിട്ട് തരുന്നത് നമ്മുടെ ക്രിസ്റ്റാലിന മിനിയേച്ചറിൻ്റെ പ്ലാന്റുകളായിരിക്കും തരുന്നത്. അത് വിഷു 14-ാം തീയതിയാണല്ലേ. വിഷുവിൻ്റെ അന്ന് നമ്മൾ ഒരു ലക്കി ഡ്രോ പോലെ നമ്മൾ അത്രയും കമൻസും അതായത് സബ്സ്ക്രൈബ് ചെയ്ത അത്രയും കമൻസും നമ്മൾ നറുക്കിട്ട് അതിൽ നിന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ 2 പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അവർക്ക് ഈ സമ്മാനം വളരെ പെട്ടെന്ന് തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കൈകളിൽ എത്തിക്കാൻ നോക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിൽ ആര് വേണേലും ആകാം. അപ്പോൾ നിങ്ങൾക്ക് ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൂടെ ശ്രമിക്കണേ. ചിലപ്പോൾ അറിയാൻ പറ്റില്ലല്ലോ ആർക്കാ കിട്ടാൻ പോണേന്നുള്ളത്. അപ്പോൾ എനിക്കും വളരെ സന്തോഷമാണ്, ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് മനസ്സിൽ. അപ്പം എല്ലാ സുഹൃത്തുക്കളും മാക്സിമം വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൂടെ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.